തോമസ് ലീഹായുടെ ദുഗ്രാന പെരുന്നാളിനെ നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് അനൽപമായ ആനന്ദമുണ്ട്, അഭിമാനമുണ്ട്. തോമസ് ലീഹായുടെ മക്കൾ ഭാരതത്തിൽ ഏകദേശം 1 കോടിയോളം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തോമസ് ലീഹായെ വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് സ്വീകരിക്കുന്ന മുഖ്യധാരയിലുള്ള 7 സഭകളുണ്ട്. സിറോ മലബാർ സഭ, സിറോ മലങ്കര സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ, ജാക്കോബൈറ്റ് സിറിയൻ ചർച്ച്, മർത്തോമ സിറിയൻ ചർച്ച്, തൊഴിയൂർ സഭ, തൃശ്ശൂരിലെ കാൽഡിയൻ സിറിയൻ ചർച്ച്. തോമസ് ലീഹ ഭാരതത്തിലെ കൊടുങ്ങല്ലൂരിലെ AD 52 വന്നു എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. അന്ന് കൊടുങ്ങല്ലൂരായിരുന്നു ഈ പ്രദേശത്ത് രാജാവിൻ്റെ തലസ്ഥാന പട്ടണം. തോമസ് ലീഹ കൊടുങ്ങല്ലൂരിലെ കപ്പലിറങ്ങിയ ശേഷം 7 പള്ളികൾ സ്ഥാപിച്ചു. ആ പള്ളികളുടെ പേരൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. തോമസ് ലീഹായെക്കുറിച്ച് സുവിശേഷത്തിലെ 3 ഇടങ്ങളിൽ കൃത്യമായിട്ടും തോമസ് ലീഹ ഫോക്കസ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. ആ 3 സന്ദർഭങ്ങളും വളരെ ദൈവശാസ്ത്രപരമായിട്ട് പ്രാധാന്യമുള്ള സന്ദർഭങ്ങളാണ്. സുവിശേഷത്തിലെ യോഹന്നാനാണ് തോമസ് ലീഹായെ വളരെ പ്രൊജക്റ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ കർത്താവ് ശിഷ്യന്മാരോട് തൻ്റെ സുവിശേഷത്തിൻ്റെ പ്രതിസന്ധികൾ അറിയിക്കുകയാണ്. എൻ്റെ ദൗത്യം എളുപ്പമല്ല. എൻ്റെ ദൗത്യത്തിൽ ധാരാളം വൈതരണികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കൂടെ കൂടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അവിടെ തോമസ് നിഷ്കളങ്കതയോടുകൂടെ ചാടി വീണ് പറയുന്നൊരു വാചകമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനമാണത്. ലെറ്റ് us go and die with him. നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് മരിക്കാം. ഹൃദയം പറിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാണ്. നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. അവനെ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അവൻ്റെ കൂടെ മരിക്കുന്നതാണ് നേട്ടം. തോമസ് ലീഹായെ യോഹന്നാൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന 2-ാമത്തെ സന്ദർഭം 14-ാമത്തെ അധ്യായത്തിലാണ്. കർത്താവ് തൻ്റെ യാത്രകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞ് ഞാൻ പോകുകയാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ ശിഷ്യരാണ്, നിങ്ങൾ എന്നെ പിൻഗമിക്കണം, നിങ്ങളെന്നെ അനുഗമിക്കണം. തോമസ് ലീഹ അവിടെയാണ് ചാടി വീണ് പറയുന്നത്, കർത്താവ് നീ എങ്ങോട്ടാണ് പോകുന്നേ? നീ പോകുന്ന വഴി എവിടെയാണ്? നിൻ്റെ അഡ്രസ്സ് എവിടെയാണ്? ഇതൊന്നും അറിയാതെ ഞങ്ങൾ എങ്ങനെ നിന്നെ അനുഗമിക്കുക? അവിടെയാണ് നമ്മുടെ കർത്താവ് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനമാണ്.
എത്ര മനോഹരമാണിത്. കർത്താവ് ആരാണെന്ന് കൃത്യമായിട്ട് ദൈവശാസ്ത്ര വിശാരദന്മാർക്ക് പഠിക്കാൻ കർത്താവ് സംസാരിക്കുകയാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. തോമസ് ലീഹായെ മൂന്നാമത് കാണുന്ന ഒരു സന്ദർഭം ലൂക്കായുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ 24 തുടങ്ങിയുള്ള വചനങ്ങൾ. ഈശോ വന്നപ്പോൾ തോമസ് ലീഹ ഇല്ലായിരുന്നു. ഈശോ വന്നുവെന്ന് ശിഷ്യന്മാരെ പറഞ്ഞ് അപ്പോൾ തോമസ് ലീഹ വഴക്കുകൂടി. തോമസ് ലീഹ പറഞ്ഞു, ഞാൻ കാണാതെ വിശ്വസിക്കും. തോമസ് ലീഹയുടെ ഈ വാശി കർത്താവ് തീർത്തു. അപ്പോൾ തോമസ് ലീഹ വികാരഭരിതനായിട്ട് പറഞ്ഞു, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ കർത്താവാണ്. മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്. ക്രിസ്തു ഭാഷ്യം എന്ന് പറയുന്നത്, ഇന്ന് ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞ വലിയൊരു തിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. ആ ക്രിസ്തു ഭാഷ്യത്തിൻ്റെ താക്കോൽ വചനമാണിത്. നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ ദൈവമാണ്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം നമ്മുടെ മുൻപിലെ അവതരിപ്പിക്കുന്നത് 3 സാധ്യതകളുടെ ചക്രവാളമാണ്. ഒന്ന്, വിശ്വാസം അറിവും തിരിച്ചറിവുമാണ്. വിശ്വാസം അറിവാണ്. ആ അറിവ് നമുക്ക് നൽകുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവാണ് തോമസ് ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മാർഗം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ ചക്രവാളം. ആദ്യമായിട്ട് തോമസ് ലീഹായെ സ്വീകരിച്ച ക്രിസ്തു ശിഷ്യന്മാരെ ചരിത്രത്തിലെ വിളിക്കപ്പെട്ടത് മാർഗവാസികളെന്നാണ്. ഇന്ന് അതിന് ഒരു നിഷേധാത്മകമായ അർത്ഥമുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷെ മാർഗത്തിൽ വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് തോമസ് ലീഹായുടെ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ മുഖലക്ഷണം. നമ്മൾ മാർഗം കളി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ കളിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു നൃത്തച്ചുവടുകളുണ്ട്. ഈ മാർഗം അത് തോമസ് ലീഹായുടെ ഒരു കാഴ്ചപ്പാടാണ്. മാർഗത്തിൽ ചരിക്കുന്നവൻ മാർഗവാസി, മാർഗത്തിൽ കളിക്കുന്നവൻ മാർഗം കളിക്കാരൻ. പ്രിയമുള്ളവരെ, വഴിതെറ്റാതെ സഞ്ചരിക്കാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വം. ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ. ഇന്ന് ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിലെ ഈ അടുത്ത് നടത്തിയ ഒരു വലിയ സെൻസസിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. അതനുസരിച്ചിട്ട് മർത്തോമ ക്രിസ്ത്യാനികൾ ഭാരതത്തിലെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് തീരുകയാണ്. ഈ മൈക്രോ മൈനോറിറ്റി എന്ന പേര് നമുക്ക് നൽകുന്നത് ഒരു സ്ഥാനപ്പേരായിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കാലക്രമേണ അവസാനിച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമുദായം മൈക്രോ മൈനോറിറ്റി. നമ്മൾ മൈനോറിറ്റിയിൽ നിന്ന് മൈക്രോ മൈനോറിറ്റിയിലേക്ക് പോവുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അഹന്തയായിട്ട് നിങ്ങൾ കരുതരുത്. എൻ്റെ വീട്ടിലെ 10ാമത്തെ കൊച്ചനാണ് ഞാൻ. ഇത് പറയുമ്പോൾ ചിരിക്കാൻ പ്രലോഭിപ്പിക്കുന്ന ആളുകൂടി ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ 3, നമുക്ക് 3. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റി പറഞ്ഞു
നമ്മൾ രണ്ട്, നമുക്ക് രണ്ട്. പിന്നെയും നമുക്ക് പുരോഗതി വർദ്ധിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊന്ന്, നമുക്കൊന്ന്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാർഗം തളർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ അംഗബലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. തോമസ് ശ്ലീഹായുടെ ദുഗ്രാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ മാർഗത്തിലൂടെ ചരിക്കുന്നവരെ വർദ്ധിക്കട്ടെ. കർത്താവ് സൃഷ്ടികർമ്മത്തിന് ശേഷം ആദിമാതാപിതാക്കൾക്ക് കൊടുത്ത കൽപ്പന എന്താണ്? നിങ്ങൾ പെരുകുക, നിങ്ങൾ ഭൂമിയെ കീഴടക്കുക. പെരുകാത്ത സമൂഹത്തിന് ഭൂമിയെ കീഴടക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടെ ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം. കർത്താവ് സത്യമാണ്, കർത്താവ് ജീവനാണ്. വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ലഭിക്കുന്ന രണ്ട് വലിയ കൃപകളാണ്. അവർ സത്യത്തിൻ്റെ ഉടമസ്ഥരാകും. അവരെ സമൃദ്ധി കൊണ്ട് ലോകത്തെ കീഴടക്കും. സത്യത്തിൽ നിറയപ്പെടാൻ, ജീവൻ്റെ സമൃദ്ധിയിൽ വർദ്ധിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തോമസ് ശ്ലീഹ നമുക്ക് നൽകുന്ന വലിയ ഒരു മാതൃകയുണ്ട്. തോമസ് ശ്ലീഹ കർത്താവിൻ്റെ തിരുവിലാവ് തൊട്ടവനാണ്. ഉത്തിതനായ കർത്താവ് വന്നപ്പോൾ ഇല്ലാതെ പോയ തോമസ് ശ്ലീഹ വാശി പിടിച്ചപ്പോൾ കർത്താവ് രണ്ടാമതും പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമായി ഉണ്ടായിരുന്നു. തോമയെ വിളിച്ച് തോമ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ വിലാവ് കാണുക, നീ എൻ്റെ ആണിപ്പാടുകൾ കാണുക, നീ തൊട്ട് വിശ്വസിക്കുക. വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം അന്നാണ് സുവിശേഷം കേട്ടത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അതിൽ വിട്ടൊരു വിശ്വാസ പ്രഖ്യാപനമില്ല. തോമസ് ശ്ലീഹായുടെ ദുഗ്രാന പെരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മൾക്ക് മറക്കാതെ ഓർമ്മിക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. കർത്താവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിനെ നമ്മുടെ വാക്കുകൊണ്ട് പ്രഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ. സിറോ മലബാർ സഭയുടെ, സിറോ മലങ്കര സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ, മാർത്തോമാ സഭയുടെ ഒക്കെ ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മിലെ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാരുമില്ല. വെൽ ക്വാളിഫൈഡ് ആണ് നമ്മൾ. നേഴ്സുമാരായിട്ട്, എഞ്ചിനീയർമാരായിട്ട്, അധ്യാപകരായിട്ട്, പ്രൊഫസേഴ്സായിട്ട്, റിസർച്ച് സ്കോളേഴ്സായിട്ട്. പക്ഷേ ഇവിടെ എൻ്റെ മനസ്സിൽ എന്തും തോന്നിയിട്ടുള്ളൊരു സംഘർഷമുണ്ട്. നമ്മുടെ ഈ ജോലികൾ കർത്താവിനെ അറിയിക്കാനുള്ളൊരു മാർഗമായിട്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറ്, അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു. എന്നെ ഒരുപാട് അടിച്ചിട്ടൊക്കെയുണ്ട് കണക്കിൻ്റെ പട്ടിക ഇട്ടാൽ. പട്ടത്തിന് വിളിക്കാൻ ചെന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞടാ, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് എന്നോട് പരിഭവമൊന്നുമില്ലല്ലോ. എന്നിട്ട് സ്നേഹത്തോടു കൂടെ അദ്ദേഹം എനിക്കൊരു ചക്കര മൊത്തം തന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കണക്ക് പഠിപ്പിച്ചത് കണക്ക് തെറ്റാതെ നീ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഡോണ്ട് മിസ് ദ മാത്സ് ഓഫ് ദ ലൈഫ്. ഒരുപക്ഷെ തോമസ് ശ്ലീഹ നമുക്ക് നൽകുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അവൻ വഴിയാണെന്ന് പറയുമ്പോൾ നമ്മൾ വഴി തെറ്റാതെ ജീവിക്കുന്നവർ മാത്രമല്ല, ആരെയും വഴിതെറ്റിക്കാതെ ജീവിക്കുന്നവരും കൂടിയായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പ്രതിസന്ധികൾ ധാരാളം കൂടുതലുമാണ്. പക്ഷേ ഒരു മാർഗവാസി മറ്റുള്ളവർക്ക് മാർഗം തെളിയിക്കുന്ന വിളക്കാകട്ടെ.
നക്ഷത്രത്തിൻ്റെ വിളക്ക് വെളിച്ചം കണ്ടിട്ട് ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്ത രാജാക്കന്മാരെ, ആ രാജാക്കന്മാർ ബേത്ലഹേമിൽ എത്താൻ നക്ഷത്രം വഴികാട്ടിയതുപോലെ തോമസ് ലീഹായുടെ ശിഷ്യന്മാർ നക്ഷത്രത്തിൻ്റെ പ്രഭയിലെ മറ്റുള്ളവർക്ക് വഴി കാണിക്കാൻ കാരണക്കാരാണ്. മിഷൻ പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരെയും മാനസാന്തരപ്പെടുത്തി മാമോദീസ കൊടുത്തു എന്നൊരർത്ഥത്തിലല്ല. നമ്മളായിരിക്കുന്ന മേഖലകളിലെ നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിലെ നമ്മുടെ അവസരങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കാൻ കഴിയട്ടെ. എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം മരുന്ന് കൊടുക്കുന്ന സമയത്ത് രോഗികളുടെ കയ്യിലേക്ക് തൻ്റെ പ്രിസ്ക്രിപ്ഷൻ്റെ ചീട്ട് കൊടുക്കുമ്പോൾ പറയും, ദ ഡോക്ടർ ആൻഡ് ദ മെഡിസിൻ മേ ടേക്ക് യു ഓൺലി ഹാഫ് ദ ഡേ, ഗോഡ് അലോൺ ക്യാൻ ടേക്ക് യു ഹോൾ ദ ഡേ. ഞാൻ ആ ഡോക്ടർ 90 വയസ്സ് പ്രായമായിട്ട് തൻ്റെ പ്രൊഫഷനിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നടത്തിയൊരു പുസ്തകം കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു പാഴ്സിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഞാനിവിടെ വന്നു 30 വയസ്സിൽ, ഇന്ന് എനിക്ക് 90 വയസ്സായി. 60 വർഷക്കാലം ഞാനിവിടെ ജോലി ചെയ്തു. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടില്ല, പക്ഷെ എന്നെ നയിച്ചത് ക്രിസ്തുവാണ്. ഞാൻ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ രോഗിയുടെ കയ്യിലേക്ക് കൈമാറുമ്പോൾ പറയും, കുഞ്ഞേ, ഡോക്ടർ ക്യാൻ ഗോ ഓൺലി ഹാഫ് ദ ഡേ, ഗോഡ് ക്യാൻ ടേക്ക് യു ഹോൾ ദ ഡേ. നമ്മുടെ പ്രൊഫഷൻ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കലാണ്. ഞാൻ ഷാലോം ടി വിയിലൂടെ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ബിനീത് പുന്നത്തറയെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഈ മാധ്യമങ്ങൾ വിപ്ലവം സൃഷ്ടിച്ച് ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാധ്യമത്തെ ക്രിസ്തുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു സാധ്യത അദ്ദേഹം സ്വപ്നം കണ്ടു. ആ സ്വപ്നം അദ്ദേഹം നിറവേറ്റി. ഒരു പരസ്യം കൂടാതെ, ഒരാളെയും നിർബന്ധിച്ച് പിരിക്കാതെ അദ്ദേഹം നടത്തിയ ഒരു പരിശ്രമം ഞാനും നിങ്ങളും ഈ ചാനലിലൂടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് മിഷണറിമാരായിട്ടാണ്. ഈ മിഷൻ തുടരേണ്ടത് കുഗ്രാമങ്ങളിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോയിക്കൊണ്ട് മാത്രമല്ല, അത് വേണം. പക്ഷേ ഞാനും നിങ്ങളുമായിരിക്കുന്ന സാഹചര്യങ്ങളിലെ കർത്താവിൻ്റെ സുവിശേഷം സർവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. തോമസ് ലീഹായുടെ ദുഹ്റാന തിരുനാൾ 1 കോടിയിൽ കൂടുതൽ വരുന്ന മർത്തോമ ക്രിസ്ത്യാനികൾ ഒന്നിച്ച് കൊണ്ടാടുമ്പോൾ നമുക്കൊരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭകളുടെ ഐക്യത്തിനു വേണ്ടി, സഭകളുടെ കൂട്ടായ്മയ്ക്ക് കൂട്ടുത്തരവാദിത്വത്തിനും വേണ്ടി. സഭയുടെ പ്രവർത്തനങ്ങൾ വെറും ഒരു കച്ചവടക്കണ്ണോടുകൂടെ എന്നതിനേക്കാൾ കർത്താവിൻ്റെ ശുശ്രൂഷ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ നമ്മുടെ കഴിവും സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് നമ്മൾ ആസ്പത്രികൾ നടത്തുന്നു ധാരാളം, നമ്മൾ പള്ളിക്കൂടങ്ങൾ നടത്തുന്നു ധാരാളം, നമ്മൾ കോളേജുകളും മറ്റൊക്കെ നടത്തുന്നു ധാരാളം. പക്ഷെ ഇതെല്ലാം തന്നെ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്: അറിവിനോടൊപ്പം തിരിച്ചറിവ് പകരുക, സൗഖ്യത്തോടൊപ്പം ക്രിസ്തുവിൻ്റെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുക. തോമസ് ലീഹ നമ്മെ ഏൽപ്പിച്ച ഈ ദൗത്യം തോമസ് ലീഹയുടെ ഓർമ്മ കൊണ്ടാടുന്ന ഈ നല്ല സന്ദർഭത്തിൽ ആധികാരികമായിട്ട് ആവേശത്തോടുകൂടെ അർത്ഥവത്തായിട്ട് നിർവഹിക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കർത്താവിൻ്റെ ഹൃദയത്തെ തൊട്ട് സത്യം ചെയ്ത തോമസ് ലീഹായുടെ മക്കള് തോമസ് ലീഹയുടെ ഓർമ്മ പെരുന്നാളിലെ നമ്മുടെ പിതാവിൻ്റെ ഓർമ്മകൾ തൊട്ട് ജീവിതത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദുഹ്റാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെയും
നിങ്ങളുടെ നിയോഗങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ.